ശ്രീരാമനും ലക്ഷ്മണനും അവരുടെ ഗുരുദേവനായ വസിഷ്ഠന്റെ നേതൃത്വത്തിൽ കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വഴിയോരങ്ങളിൽ നിന്നുള്ള പക്ഷികളുടെ ഗീതം പോലും ആ ദിവ്യസഞ്ചാരത്തിനെ അനുഗമിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ ഗുരുദേവൻ ശൂന്യമായ ഒരു ആശ്രമത്തിലേക്ക് അവരെ കൊണ്ടുചെന്നു. അതൊരു വിശേഷതകൾ നിറഞ്ഞ ആശ്രമം ആയിരുന്നു. ചെറുചെടികൾ പോലും ഉണങ്ങിയിരിക്കുന്നു, മരങ്ങളിലെ ഇലകൾ പോലും ഭൂമിയിലേക്കു വീണു മരവിച്ചു കിടക്കുന്നു. എന്നാൽ അതിനിടയിൽ തുളസി മാത്രം അതിന്റെ തനതായ പച്ചപ്പിൽ നിലനിൽക്കുന്നു. ശ്രീരാമൻ തന്റെ ചരണങ്ങൾ ആ ആശ്രമത്തിൽ വെച്ചതും ആ ആശ്രമത്തിന് മോക്ഷം കിട്ടിയതുപോലെ ഒരു പ്രകാശം നിറഞ്ഞു. ശ്രീരാമൻ ചോദിച്ചു, ഗുരുദേവ, ഇത് ആരുടെ ആശ്രമമാണ്? ഈ ആശ്രമം വളരെ വിചിത്രമായി തോന്നുന്നു. ഈ ആശ്രമം പൂർണ്ണമായി നശിച്ചിട്ടുമില്ല, പക്ഷേ ആൾതാമസവും ഇല്ല, എല്ലാ മരവും ഇലകളും ഉണങ്ങിക്കിടക്കുന്നു, എന്നാൽ ഈ തുളസി ചെടി മാത്രം ഉണങ്ങാതെ നിൽക്കുന്നു. എന്താണ് ഗുരുദേവ ഇതിനർത്ഥം? ഗുരുദേവൻ പറഞ്ഞു, ശരിയാണ് രാമ, ഇത് വളരെ വിചിത്രമായ സ്ഥലമാണ്. ഗൗതം ഋഷിയുടെ ശാപത്താൽ എല്ലാം നശിച്ചുപോയി. പക്ഷേ ഈ തുളസിയുടെ ചെടി ഇപ്പോഴും ജീവനോടെ നിൽക്കാൻ കാരണം ഒരു പവിത്രമായ സ്ത്രീയുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. ആത്മാവിനു കൂട്ടായി ഈ തുളസിയും ഇവിടെ നിലനിൽക്കുന്നു. ലക്ഷ്മണൻ ചോദിച്ചു, സ്ത്രീയുടെ ആത്മാവോ? ഗുരുദേവൻ പറഞ്ഞു, അതേ, ഒരു അഭാഗിനിയായ സ്ത്രീ. ഒരു പുരുഷൻ അവളെ വഞ്ചിച്ചു, അടുത്ത പുരുഷൻ അവളെ ശിക്ഷിച്ചു. ലക്ഷ്മണൻ ചോദിച്ചു, ഇതെന്തു കഥയാണ് ഗുരുദേവ്? ഇവരൊക്കെ ആരാണ്? ഗുരുദേവൻ പറഞ്ഞു, രണ്ടു മഹാന്മാരായ പുരുഷന്മാർ. ഒന്ന് ദേവതകളുടെ രാജാവായ ഇന്ദ്രനും രണ്ടാമത്തേത് അവളുടെ പതി മഹാനയാ തപസ്വിയുമായ ഋഷി ഗൗതം. ലക്ഷ്മണൻ ചോദിച്ചു, പക്ഷേ എന്തിൻ? ഗുരുദേവൻ പറഞ്ഞു, ഇത് ഒരു സ്ത്രീയുടെ ദുർഭാഗ്യത്തിന്റെ കരുണമായ കഥയാണ്. മഹർഷി ഗൗതമിന്റെ ഭാര്യ അഹല്യ അതീവ സുന്ദരി ആയിരുന്നു. എന്നാൽ ദേവതകളുടെ രാജാവ് ഇന്ദ്രൻ അഹല്യയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അവളെ തന്റെ കപടതയിൽ കുടുക്കാനായി ഒരു അപകടകരമായ പദ്ധതി ആസൂത്രണം ചെയ്തു. ഒരു ദിനം പൂവൻ കോഴിയുടെ രൂപം എടുത്ത് ആശ്രമത്തിനരികിൽ കൂകിയ ഇന്ദ്രൻ രാവിലെയായി എന്നു കരുതി ഗൗതമൻ സ്നാനത്തിന് പുറപ്പെട്ടു. ആ സമയത്ത് ഇന്ദ്രൻ ഗൗതമന്റെ രൂപത്തിൽ ആശ്രമത്തിൽ കയറി അഹല്യയെ വഞ്ചിച്ചു. അഹല്യയും തന്റെ ഭർത്താവാണെന്ന് വിശ്വസിച്ച് കപടചൊതിയിൽ കുടുങ്ങി. എന്നാൽ ഗൗതമൻ ഉടൻ തന്നെ തിരിച്ചുവന്നു. അയാളുടെ രൂപത്തിൽ ഇന്ദ്രൻ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ച കണ്ടപ്പോൾ ഋഷി അതീവ കോപിതനാകുകയും ദേവേന്ദ്രന്റെ ശപിച്ചു, നീ ഒരു നപുസ്തകമാകട്ടെ എന്ന്. അഹല്യ ദേവി കുടിലിനു വെളിയിലെ ശബ്ദം കേട്ട് വെളിയിൽ നോക്കിയപ്പോൾ ദേവി പേടിച്ചുപോയി. രണ്ടു ജഷിമാർ. ദേവിക്ക് കാര്യം മനസ്സിലായി. അഹല്യ ദേവി തന്റെ തെറ്ററിഞ്ഞ് ദുഃഖം കൊണ്ടുവിങ്ങി ഗൗതമന്റെ കാലുകളിൽ വീണു ക്ഷമാപണം നടത്തി. എന്നാൽ ഗൗതമൻ ഉഗ്രകോപത്തോടെ അവളെയും ശപിച്ചു, നീ ശിലയായിത്തീരട്ടെ, ജഡമായൊരു കല്ലായി, പ്രായശ്ചിത്തത്തായി അനന്തകാലം കാത്തിരിക്കണം. എന്നാൽ ഒരു മഹാത്മാവ്, പുണ്യശാലിയായവൻ നിന്റെ മേൽ തന്റെ ചരണങ്ങൾ വയ്ക്കുമ്പോൾ നീ വീണ്ടും മനുഷ്യരൂപം പ്രാപിക്കും. ആ സമയം മുതൽ ഈ ശാപിതയായ അഹല്യ ശിലയായി തന്റെ മോക്ഷത്തിനായി ആ പുണ്യചരണങ്ങളെ കാത്തിരിക്കുകയാണ്. ശ്രീരാമൻ ചോദിച്ചു, ആരെയാണ് കാത്തിരിക്കുന്നത്? ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏത് ചരണം തൊട്ടാലാണോ എല്ലാ പാപങ്ങളും നഷ്ടമാകുന്നത്, ഏത് കാലുകൾ തൊട്ടാലാണോ മോക്ഷം കിട്ടുന്നത്, രാമ ഈ ഭാഗ്യഹീനയെ മോക്ഷമാക്കൂ. ശ്രീരാമൻ തന്റെ ദിവ്യമായ ചരണങ്ങൾ കൊണ്ട് ആ ശിലയെ സ്പർശിച്ചതും ആ ശിലയിലുള്ള അഹല്യ തന്റെ മനുഷ്യരൂപത്തിൽ വന്നു. ആ നിമിഷം ആ ആശ്രമം വീണ്ടും പുനർജീവിച്ചു. അഹല്യ ദേവി പറഞ്ഞു, പ്രഭോ, അങ്ങയെയും കാത്ത് ഞാൻ എത്ര നാളായി ഇവിടെ കാത്തിരിക്കുന്നു, അങ്ങയുടെ ചരണങ്ങളിൽ വീഴാൻ.